ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് മലയക്കുട്ട വലുവിന്റെ ഫസ്റ്റ് സിംഗിൾ വന്നിരിക്കുകയാണ് അല്ലേ? അതെ, ഫസ്റ്റ് സോങ്. അത് നമ്മൾ നന്ന് ടീച്ചർ കണ്ടപ്പം ഒന്നും പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ല. കുറെ മണലാരങ്ങളില് നമ്മുടെ ലാലേട്ടൻ ഇരിക്കുന്നു, പിന്നെ മറ്റേ റെഡ് തുണി ഇങ്ങനെ എടുത്ത് മാറ്റുന്നു. കോസ്റ്റ്യൂമും ഇയറിംഗും അതെ, അത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷെ എന്താണ് ഈ മൂവിയുടെ കഥ, എങ്ങോട്ടേക്കാണ് ഒരു ക്ലൂ ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ല. പേഴ്സണലി പായ്ക്കോട് അതെ, ഈ സോങ്ങിനകത്ത് നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ ഇല്ലയോ എന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇതിപ്പോ ലിറിക്കലാണോ വീഡിയോ തമ്മിലിനകത്ത് എഴുതിയിട്ടുണ്ട് വീഡിയോ സോങ്, അപ്പൊ നമുക്കറിയില്ല. ശരിയാണല്ലോ, പുന്നാര കാറ്റിലെ പൂവാനത്തിൽ എന്നാണ്. അപ്പൊ എനിക്കൊരു ഭയങ്കര ഇങ്ങനെ മെലോഡിയസ് ആയിട്ടെല്ലാം പോകുന്ന ഒരു സ്വീറ്റ് സോങ് ആയിരിക്കും എന്നൊക്കെ തോന്നുന്നു. ആ ലുക്കൊക്കെ കണ്ടു തമ്മിലിനകത്ത് സൈഡിൽ കണ്ടോ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് എനിക്കൊന്ന് ഇപ്പം നമ്മുടെ ലാലേട്ടന്റെ ഇന്റർവ്യൂസ് ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ പറ്റിയും അങ്ങനെ കുറെ സംഭവങ്ങളിലൊക്കെ ഭയങ്കര കാഷ്വൽ ആയിട്ട്, അതെ, ഇങ്ങനെ എന്താണ് പുള്ളിക്കാരൻ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലല്ലോ. നമ്മള് ഇന്നലെ കണ്ട മൂവീസ് വെച്ച് ആളെ ജഡ്ജ് ചെയ്യാനും പാടില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ നമുക്ക് എന്തായാലും സോങ് കാണാം. സോങ് അതെ, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാരിഗമ കാർവ. അതില്ലേ ഓഡിയോനൊക്കെ പോലത്തെ പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം. എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും, പട്ടുടുപ്പിച്ച് ഞാൻ കൊണ്ടുപോകാം, പൊന്നും വളയിട്ട് കൊണ്ടുപോകാം, പന്തയം വച്ചൊരു മുത്തം തന്നാൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം. മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിൽ നിന്നും മുത്തെടുക്കുമ്പോൾ പുറത്തെടുക്കൂ. മറ്റേ ഊരുന്ന സാധനത്തിന്റെ സൗണ്ട് അല്ലേ? ആടുമയ്ക്കുന്ന മലഞ്ചെരീവിൽ ആദ്യമോശ കേട്ട മുതൽ താമരപ്പൂവ് വിടർന്നു വന്നു, താളം പകർന്നിടിപ്പിൽ പന്തയം വച്ചൊരു മുത്തം തന്നാൽ നെഞ്ചിലെ പൂവ് നിനക്കു തരാം. ഇതുപോലൊരു പാട്ട് വന്നിട്ട് കൊറേ ടൈമായി അല്ലെ? മ്യൂസിക് ആണെങ്കിൽ എറിഞ്ഞെറിഞ്ഞ് കണ്ണു ചുവന്ന കാലിച്ചെറുക്ക, പാട്ടു കേട്ടാൽ നിന്റെ പാട്ടിലാവാൻ നേരമില്ല, മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിലല്ലോ, മുത്തെടുക്കുമ്പോൾ പുറത്തെടുക്കൂ. പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം. എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും, കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ. റേഡിയോയിലൊക്കെ കേൾക്കുന്ന ഒരു ഭക്ഷണം കഴിക്കാറായി. കാറ്റിന്റെ ഒച്ചയക. Oh, nice. Oh, wow.
നല്ല സംഭവം അല്ലേ? അത് കലക്കി. നമ്മള് പഴയ അത് ഭയങ്കര നമ്മൾ ഫ്ലാഷ് ബാക്കിൽ ഇതൊക്കെ പോയി അങ്ങ്. പക്ഷെ അത് അപ്പം തന്നെ നടന്നോണ്ട്. ആരാണ് സിംഗേഴ്സ് ആരാണ്? അഭയ ഹിരൺമയാണ് പാടിയിരിക്കുന്നത്. ആൻഡ് ശ്രീകുമാർ വക്കീൽ എന്ന് പറഞ്ഞിട്ട് PS റഫീഖിന്റെ ലിറിസിസ്റ്റ് ആണ് ഇതിന്റെ. എനിക്ക് ഇതുപോലൊരു പാട്ട് കേട്ടിട്ട് കുറെ ടൈമായി. അതെ, നമ്മൾ വിചാരിച്ചിരുന്നു പാർട്ടി സോങ്സും ഈ മാസ് സോങ്സും അതുപോലെ ഇത് ഭയങ്കര ഒരു വെറൈറ്റി, വളരെ യുണീക്ക് ആയിട്ട്, അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചിരുന്നു മറ്റെന്താ വിചാരിച്ചിരുന്നു ലൈക്ക് ഒരു മെലോഡിയസ് പോലെ ആയിരിക്കും പോകുന്നത്. ഡിഫറെന്റ് ആയി ഹിറ്റ് ചെയ്തു. നമ്മുടെ ഇങ്ങനെ നമ്മള് ഓർക്കാത്ത സംഭവം. എന്റെ മനസ്സിൽ വിഷ്വൽസ് വരുന്നത് നമ്മളെ ഈ നാട്ടിലൊക്കെ ചെറുപ്പത്തില് അമ്മച്ചിമാരൊക്കെ റേഡിയോ ഒക്കെ ഓണാക്കി പാട്ടൊക്കെ. ആൻഡ് അധികം വലിയ മ്യൂസിക്കും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ഇൻസ്ട്രുമെന്റ് പേരറിയില്ല. അത് വെച്ച് ഊതിയിട്ട് ഇങ്ങനെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഭയങ്കര മീൻ ചെയ്ത്, അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംഭവങ്ങളൊക്കെ. ആൻഡ് അവർ അവരുടേതായ ഒരു ലോകത്തിൽ ഇങ്ങനെ മുഴുങ്ങി നിൽക്കുക. രാത്രിയിലെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഇങ്ങനെ കണ്ണ് ചിമ്മാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. സ്റ്റാർട്ടിംഗിൽ ആ 2 ഫുട്ടേജിൽ ആ ഷോട്ട്സ് ഒന്നും അടിപൊളി ഷോട്ട്സ് ആയിരുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നോക്കി നിൽക്കുന്നത് ആയിരിക്കുമല്ലോ. പക്ഷെ അതെല്ലാം പോട്ടെ. അപ്പൊ ഓക്കെ, ഇതിനകത്ത് നമുക്ക് ലാലേട്ടന്റെ ഒന്നും കാണാൻ കിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നി. ഇപ്പം യങ്ങർ വെർഷൻ ആണോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാനാണോ? അത് ഞാൻ വെച്ചു വേറെ അവരുടെ വേറൊരു എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം കാണിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ. ആൻഡ് ദെൻ സഡൻലി ദാ വരുന്നു അവിടുന്ന് ഒരാൾ. ഇതെല്ലാം അതെ, ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവര് പറഞ്ഞ പോലെ ലീഡർ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു. അപ്പം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവരെല്ലാരും സെർവ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ബിരിയാണി ആണോന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെ എന്തോ ഒക്കെ ഉള്ള അടിപൊളി ഒരു സംഭവം, വെറൈറ്റി ട്രൈബൽ വൈബ് വരുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച്. പഴയ ആ ഒരു സമയത്തെ ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ലാലേട്ടന്റെ ഒരു ലുക്കൊക്കെ കൊള്ളാല്ലേ. ഇവൻ ആ കോസ്റ്റ്യൂം ഒക്കെ ഇല്ലേ ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്തായാലും ഇത് കോൺസെപ്റ്റ് എന്തുവാന്ന് ഇതുവരെ പിടികിട്ടുന്നില്ല. ഈ വീഡിയോ ഇത് പ്രോപ്പർ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ എന്നിട്ട് നമുക്കൊന്നും പക്ഷെ മനോഹരമായിട്ടുള്ള ഒരു ലിറിക്സ് ആയിരുന്നു അത്. ആ സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഒടിയനിലെ കുറച്ച് സംഭവങ്ങളൊക്കെ പോലെ ഫീലൊക്കെ എനിക്ക് ചെയ്തെങ്കിലും പക്ഷെ അതൊന്നും അല്ല. നല്ല അടിപൊളി ഒരു നല്ലൊരു വൈബായിരുന്നു. ഒരു ഓൾഡ് ഇസ് ഗോൾഡ് എന്നൊക്കെ. ഇപ്പൊ നമ്മളിങ്ങനെ കുറെ സംഭവം മിക്സിങ്ങും മാസ്റ്ററിങ്ങും ഒക്കെ ചെയ്യുന്നതിന് പകരം ഈ പഴയ സോങ് ഒക്കെ കേൾക്കുന്നത്. കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ല, അല്ല 2-3 ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും അടിപൊളി സംഭവമായിരുന്നു. ലൈക്ക് ഓൾഡ് ഇസ് ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ അമേസിംഗ്. ഇതാണ് നമ്മുടെ ഒരു പെർഫെക്റ്റ് ഒരു ഡയറക്ടറും ഒരു ലെജൻഡറി ആക്ടറും കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാം. അതെ, ഇതൊരു ചെറിയൊരു തീപ്പൊരി പക്ഷേ നമ്മുടെ ലാലേട്ടന് ഒത്തിരി ഇല്ലായിരുന്നു. ലാസ്റ്റിലെ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഉള്ളെങ്കിൽ നല്ല ലാസ്റ്റിലെ ചിരിയും ഒക്കെ അത് അടിപൊളി ഒരു എലിമെന്റ് ആയിരുന്നു ആഡ് ചെയ്തത്. അതും പറഞ്ഞിട്ട് പിന്നെ ഓക്കെ. അപ്പൊ നമ്മുടെ റിയാക്ഷൻ ഇനിയിപ്പോ ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ വീണ്ടും മോർ എക്സൈറ്റഡ് ആണ്. അതെ, ഇനി കുറച്ചും കൂടെ ആവേശമാണ്. ഇനി എന്താണ് കാരണം നമുക്ക് ഈ പ്ലോട്ട് മനസ്സിലാക്കണല്ലോ എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ. അപ്പം ഭയങ്കര എക്സൈറ്റിംഗ് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ.